പക്ഷേ ഇപ്പോൾ ഇത് നരേന്ദ്രമോദിയുടെ കഴിവ് കേട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുതിയ നറേറ്റീവ് വന്നിരിക്കുന്നത്. ഇതിൽ അടിസ്ഥാന പ്രശ്നം വളരെ എന്നോടാണോ? മാഷോടാണ് ചോദ്യം. ഓക്കെ, ബാബുവേട്ടനും ശ്രീ നിയാസും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയമായ വാഗ്വാദങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷം എന്ന കൺസെപ്റ്റിനെ കോൺഗ്രസ് പാർട്ടിയും BJP എന്ന ഭരണകക്ഷിയും എങ്ങനെ കാണുന്നു എന്ന മട്ടിലേക്കാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുമാണ്. പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്ന ഈ ചരിത്ര സന്ദർഭത്തിൽ അവിടെ അതിന് അനുകൂലമായ അതിനാസ്പദമായ കലാപം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ, അതോടൊപ്പം തന്നെ ആ കലാപം ഉണ്ടാക്കിയിട്ട് സംഭവിക്കാൻ പോകുന്നത് ഏത് രാജ്യത്തിനാണ് അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്, അത് എങ്ങനെയാണ് ആത്യന്തികമായി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന ജനങ്ങൾ, അഭയാർത്ഥികളായി വരുന്നവർക്ക് അഭയം കൊടുക്കുന്നത് താരതമ്യേന ചെറിയ കാര്യമാണ്. എന്നാൽ ബംഗ്ലാദേശിലെ ഈ കലാപം അനിശ്ചിതമായി പോയാൽ സംഭവിക്കുന്ന ആത്യന്തികമായ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ചർച്ചയ്ക്കിടെ ഒരു മർമ്മമായി തീരണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറയണമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ നിയാസിനോട് നമ്മൾ എങ്ങനെയൊക്കെ തർക്കിച്ചാലും ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാക്കി തീർച്ചയായിട്ടും അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ആർജവമാണ്, അതിശക്തമായ ഇടപെടലാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. തർക്കിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ അതിന്റെ മറുവശമുണ്ട്. ഞാനിപ്പോൾ നിയാസ് സമ്മതിക്കേണ്ട, നിയാസിന് പോലും എനിക്കും നിയാസിനും ഞങ്ങൾക്കൊക്കെ ഒരുപോലെ സമ്മതിക്കേണ്ടി വരുന്നൊരു കാര്യം, ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ കലാപങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ കാര്യം പരിഗണിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഇന്ത്യയിലെ കാര്യമാണല്ലോ നമ്മൾ തർക്കിക്കുന്നത്. ഇന്ത്യയിൽ എന്നും ഉണ്ടായിട്ടുണ്ട്, യാതൊരു തർക്കവുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിയാസിനും എനിക്കും സമ്മതിക്കാതിരിക്കാൻ വയ്യ. കാരണം ഞങ്ങളൊക്കെ രാഷ്ട്രീയം ഇപ്പോൾ വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ കുറേ നഗരങ്ങളുടെ പേര് പറഞ്ഞിരുന്നത് ഒരിക്കലും തീരാത്ത ആഴ്ചകൾ, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഹിന്ദു മുസ്ലിം കലാപത്തിന് കീർത്തി കേട്ട, അതിൻ്റെ പേരിൽ അപഖ്യാതി നേടിയ നഗരങ്ങളായിട്ടാണ്. എത്രയോ നഗരങ്ങൾ, ജാംഷഡ്പൂർ ആയാലും ഭീവണ്ടി ആയാലും നെല്ലി ആയാലും ഈ അലിഗഡ് ആയാലും അങ്ങനെയുള്ള ഒരുപാട് നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ നഗരങ്ങളുടെ പേരൊക്കെ ചരിത്രത്തിൽ നിന്ന് പതുക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. കാരണം കലാപങ്ങളുടെ നാട്, കലാപങ്ങളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന നാടുകളില്ല. അതിനർത്ഥം ഈ നേരത്തെ നിയാസ് പറഞ്ഞതുപോലെ പലയിടത്തും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന തരത്തിലോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ പോലുള്ളത് നടക്കുന്നില്ല എന്നല്ല. പക്ഷേ അതൊക്കെ അങ്ങനെ സംഭവിച്ചാൽ തന്നെ അതൊരു ക്രമസമാധാന പ്രശ്നമായി മണിക്കൂറുകൾ കൊണ്ട് അവസാനിപ്പിക്കാനും അടിച്ചമർത്താനുമുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നീണ്ടു നിൽക്കുന്ന, ഇപ്പൊ 2002 ഇപ്പൊ നിയാസിന് സമ്മതിക്കാൻ പ്രയാസം ഇല്ലാത്തൊരു കാര്യം, 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം 22 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് ഒരു മണിപ്പൂർ കലാപം കേൾക്കുന്നത്. അതിനിടയിൽ അത്തരത്തിലുള്ള കലാപങ്ങൾ, നീണ്ടു നിൽക്കുന്ന കലാപങ്ങൾ, മാസങ്ങൾ നീണ്ട കലാപങ്ങൾ ഇന്ത്യയിൽ ഇല്ല എന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ കാണുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതേ സമയത്ത് ആൻസറബിൾ ആയിട്ടുള്ള ഒരു പാർട്ടി, ഇതിൽ രണ്ട് പക്ഷം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷത്തിന് അധികാരം ഉണ്ടാകുമ്പോൾ അവർ മറുപടി പറയാനും അത് അക്കൗണ്ടബിൾ ആണ് എന്നുള്ളതുകൊണ്ട് കൂടിയാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് വർഗീയ കലാപങ്ങളുടെ ഒരു ദൈർഘ്യം കുറഞ്ഞിരിക്കുന്നു, ഇന്റൻസിറ്റി കുറഞ്ഞിരിക്കുന്നു, ഫ്രീക്വൻസി കുറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നരേന്ദ്രമോദി ഭരണത്തിന് കൊടുക്കേണ്ട ഒരു കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ കാണണം. അത് ഒരു ഭാഗം. അതേ സമയത്ത് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൃത്യമായിട്ട് ബംഗ്ലാദേശികളോടൊപ്പം അവരുടെ വിമോചനത്തിന് വേണ്ടി നിന്നതുപോലെ ഇന്നിപ്പോ ആ ബംഗ്ലാദേശ്, നേരത്തെ ബാബുട്ടൻ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്, നമ്മൾ ഉണ്ടാക്കിയതിനെ നമ്മൾ തന്നെ നിലക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ട്. രണ്ട് കാരണങ്ങൾ. അവിടുത്തെ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടും, ചെറിയ കാര്യമല്ല. ഇപ്പൊ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സന്യാസിമാര് 19 പേരെ അവിടെ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞൊരു, അത് അവിടുത്തെ ദേശീയ പതാകയെ അവമാനിച്ചു എന്നാണ് കേസ്. വേറെ രാജ്യദ്രോഹത്തിന്റെ പേരിൽ അവിടെ ഒരു ക്രിമിനൽ കുറ്റവും ചെയ്തിട്ടല്ല. അങ്ങനെ അപമാനിച്ചതിന്റെ പേരിൽ അവിടെ 19 സന്യാസികളെ ജാമ്യം കൊടുക്കാതെ അകത്തിടുന്നു. അവരെ അനുകൂലിച്ചുകൊണ്ട് നിയമപ്രകാരമുള്ള രേഖകളുമായി, രാജ്യം കൊടുത്ത പാസ്പോർട്ടും വിസയുമായി വന്ന 54 സന്യാസിമാരെ അതിർത്തിയിൽ തടഞ്ഞിടുന്നു, കടത്തിവിടുന്നില്ല.
എന്നാൽ നമ്മുടെ രാജ്യത്തെ തന്നെ സംസ്ഥാനങ്ങൾ, ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനം മുറിച്ചു കടക്കാൻ ബംഗ്ലാദേശിലൂടെ നിരന്തരമായി അനുവദിക്കപ്പെടുന്നുണ്ട്. അപ്പോഴും ഇന്ത്യയിലേക്ക് കടക്കാൻ ബംഗ്ലാദേശിൽ നിന്ന് സന്യാസിമാർക്ക് പോലും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ ബലമായി തുറന്നുവിടാനുള്ള ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിനുണ്ട്. അത് ഇന്ത്യ ഗവൺമെന്റ് കാണിച്ചാൽ ഇന്ത്യയിലെ പ്രതിപക്ഷം പിന്തുണക്കുമോ എന്ന ചോദ്യമാണ് ബാബുവേട്ടൻ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും പിന്തുണക്കണം. ഇന്ത്യയിലെ പ്രതിപക്ഷം എന്നല്ല, ഇന്ത്യ ഒന്നാകെ പിന്തുണക്കണം എന്നാണ് എൻ്റെ നിലപാട്. ഞാൻ പറഞ്ഞ ഒരു കാര്യം അതാണ്. രണ്ട്, ഈ തീവ്രവാദികൾക്ക് അന്നം കൊടുക്കുന്ന ആരാണ്? എല്ലാ തീവ്രവാദികൾക്കും വിഘടനവാദികൾക്കും അന്നം കൊടുക്കുന്ന ആരാണ്? സൗകര്യം കിട്ടിയാൽ നമ്മുടെ രാജ്യത്തും അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എന്ന തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാവണം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഈ അവിടെ സൗകര്യം പോലെ ബംഗ്ലാദേശിൽ ഉള്ള ഒരു പ്രസ്ഥാനം മാത്രമല്ല, ബംഗ്ലാദേശിൽ അവിടെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഷെയ്ഖ് ഹസീനയെ ഓടിക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമല്ല, പാകിസ്ഥാനിൽ അഹമ്മദിയാക്കളെ, നൂറുകണക്കിന് അഹമ്മദിയാക്കളെ കൂട്ടക്കൊല നടത്തിയ ഒരു ഈ ഇസ്ലാമിലെ തന്നെ വിശ്വാസപരമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറുതല്ല വലുതോ തർക്കിച്ചോട്ടെ, പക്ഷേ വിശ്വാസപരമായി ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്ന അഹമ്മദിയാക്കളെ കൂട്ടക്കൊല ചെയ്ത് വംശനാശം വരുത്തുന്ന ഒരു മൂവ്മെന്റ് മാത്രമല്ല, ജമ്മു കാശ്മീരിലെ ലക്ഷണമൊത്ത തീവ്രവാദ പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അവർ നമ്മുടെ നാട്ടിലുണ്ട്. സൗകര്യം പോലെ, തരാതരം പോലെ ഓരോ സംസ്ഥാനത്തെയും ഡെമോഗ്രാഫി നോക്കിയിട്ട്, രാഷ്ട്രീയ കാലാവസ്ഥ നോക്കിയിട്ട് കാത്തിരിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രം വരാൻ സമയമായോ? സമയമായിട്ടില്ല, ആകുമ്പോൾ പറയാം എന്ന് പറയുന്ന ഒരു നിലപാട് നമ്മുടെ രാജ്യത്തുണ്ട്. നമുക്ക് ഓർക്കാൻ കഴിയണം. അതുകൊണ്ട് ഈ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണ ഇവർക്ക് എല്ലാ ഭാഗത്തും ഒന്നും ഉണ്ടാകുന്നുണ്ട്. മതരാഷ്ട്രങ്ങളുടെ, ലോകമെങ്ങുമുള്ള മതരാഷ്ട്രങ്ങളുടെ പണം കിട്ടുന്നുണ്ട്, സാമ്രാജ്യത്വത്തിന്റെ ഒത്താശയും പിന്തുണയും കിട്ടുന്നുണ്ട്. അത്തരം ശക്തികൾ നമ്മുടെ രാജ്യത്തും ശക്തിപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രശ്നമായിട്ട് നിൽക്കണം. ഒന്നാമത്തെ പ്രശ്നം ഞാൻ ആവർത്തിക്കുന്നു, അമേരിക്കയും ചൈനയും ഒരുപോലെ നമ്മുടെ തൊട്ടയൽപക്കത്ത്, ഒരു വേലിക്കപ്പുറത്ത്, ആ വേലി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പല സംസ്ഥാനങ്ങൾക്കും ഇടക്കുള്ള വേലിയാണ്. ആ വേലിയിൽ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അത് കോക്സ് ബസാർ ആയാലും ശരി, ഇപ്പുറത്ത് സെന്റ് മാർട്ടിൻ ഐലൻഡ് ആയാലും ശരി, ആ രണ്ട് കൊച്ചു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യ വിരുദ്ധമായ രണ്ട് സാമ്രാജ്യത്വ ശക്തികൾ വളർന്നു വരുന്നതിന്റെ ആശങ്ക കൂടി നമുക്ക് കാണാൻ കഴിയണം. ഈ സമയത്ത് ഷെയ്ഖ് ഹസീനയുടെ ജീവൻ രക്ഷിച്ചാൽ മാത്രം മതിയാവില്ല, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ ഭാവിയെ കൂടി ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ബംഗ്ലാദേശ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ആ ഇഷ്യൂവില് ദേശീയമായി എനിക്കറിയാം, ഇപ്പൊ നിയാസിന് ഈ കോൺഗ്രസ് പാർട്ടിക്ക് നമുക്ക് ഉള്ളത് പറയണമല്ലോ. കോൺഗ്രസ് പാർട്ടി ശ്രീലങ്കയിൽ സമാധാനം പാലിക്കാൻ വേണ്ടി ഒരു സമാധാന സേനയെ അയൽ രാജ്യത്തോട് സൗമനസ്യത്തോട് അയച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരു പ്രധാനമന്ത്രിയുടെ ജീവൻ വില കൊടുക്കേണ്ടി വന്ന ഒരു രാജ്യമാണിത്. അങ്ങനെ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അവർ ചെയ്ത ഒരു ഘട്ടത്തിൽ നിലപാടെടുത്ത കാര്യത്തിനെ ഒന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ബാബുവേട്ടൻ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ബംഗ്ലാദേശിനോടൊരു നിലപാടെടുക്കാൻ, സത്യസന്ധവും ധീരവുമായൊരു നിലപാടെടുക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് സമ്പൂർണമായ പിന്തുണ കൊടുക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം ഇന്ത്യ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുമോ, അതോ വില കുറഞ്ഞ രാഷ്ട്രീയം പറഞ്ഞ് അപ്പോഴും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കണക്കുകൾ തീർത്തുകൊണ്ടിരിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം വളരെ ദേശീയ പ്രധാനമുള്ള ചോദ്യമാണ്, രാജ്യസ്നേഹത്തിന്റെ ചോദ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു.